ഹായ് ഹലോ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ ഷാമ്പു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല തിക്കായിട്ടുള്ള മുടി, പൊഴിയാത്ത മുടി, നമ്മുടെ ഇഷ്ടത്തിനുള്ള ഹെയർ സ്റ്റൈലും ഒക്കെ വെട്ടി നല്ല ഒരു തിക്ക് ഹെയർ ആണെങ്കിലേ അതൊക്കെ നമുക്ക് മാച്ചാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് മുടി പൊഴിയാതെ അല്ലെങ്കിൽ താരൻ വരാതെ ഒരു 50 വയസ്സൊക്കെ ആയാൽ പോലും മുടി വളരുന്ന പോലെ, മുടി പൊഴിയാത്ത പോലെ നല്ല ഒരു ഹെർബൽ ഷാമ്പു ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഹെർബൽ ഷാമ്പുവിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് റോസ്മേരിയാണ്. റോസ്മേരി പച്ചയായിട്ടുള്ള ഇല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതും എടുക്കാം, ഇല്ല ഡ്രൈ ലീവ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണങ്ങിയ ഇലയാണുള്ളതെങ്കിൽ അതും എടുക്കാം. റോസ്മേരി നമ്മുടെ ഹെയർ ഗ്രോത്തിനെ, മുടി വളർച്ചയെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. മുടി പൊഴിച്ചിലെ നിർത്താൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹെയറിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ തലയുടെ ചർമ്മത്തിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാനും നല്ല ഷൈനി ആയിട്ടുള്ള ഹെയർ തരാനും നമ്മുടെ തലയിൽ എന്തെങ്കിലും താരന്റെ ഒക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ടും റോസ്മേരി ഹെൽപ്പ് ചെയ്യും. കഴുകി വെച്ച റോസ്മേരി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ശീവക്കായ് എന്ന് മലയാളത്തിൽ പറയുന്ന, സോപ്നട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, അല്ലെങ്കിൽ റീത്ത എന്ന് പറയുന്ന ഈ ഒരു സീഡാണ്. ഇതിനെയും നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം, നന്നായിട്ട് കഴുകിയെടുക്കുക. സോപ്നട്ട് നമ്മുടെ ഹെയറിൽ അല്ലെങ്കിൽ ഹെയർ ഷാമ്പൂവിൽ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ തന്നെയാണ് ഇത് ആദ്യം ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് ഹാർഷ് കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്കും നമുക്ക് നല്ലതാണ്. നമ്മുടെ തലയോട്ടിയെ ക്ലെൻസ് ചെയ്യാനും, അതായത് നമ്മുടെ മുടി, തല എല്ലാം നല്ല ക്ലീൻ ആക്കി വെക്കാനും താരനെ ഇല്ലാതാക്കാനും ഒക്കെ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സോപ്പ് സീഡ് എന്ന് പറയുന്നത്. അതായത് ചീവക്കായ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്തിനെ ഇൻക്രീസ് ചെയ്യും, നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നറിഷ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണിത്. നമുക്കിത് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ്, 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും ഇത് നല്ല സ്മൂത്ത് ആയി കിട്ടും. നമ്മൾക്ക് കുറച്ച് ആറിയതിന് ശേഷം അതിനകത്ത് ഒരു സീഡ് ഉണ്ട്. ഇതിന്റെ പുറത്തുള്ള ആ തോലാണ് നമുക്ക് വേണ്ട. അതിന്റെ സീഡിന് ഭയങ്കര കട്ടിയാണ്. ആ സീഡ് നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്തു മാറ്റണം. റോസ്മേരിയും സോപ്പ് സീഡും കൂടെ ബോയിൽ ആകാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ വീട് മൊത്തം അത്രയ്ക്ക് നല്ല ഒരു മണമായിരിക്കും. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കണം. അത് കുറച്ച് എന്തെങ്കിലും അതിന്റെ കുരു അതിനകത്തുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ റോസ്മേരിയുടെ കമ്പെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. നമുക്ക് മിക്സിയിലേക്ക് ഇതിനെ മാറ്റാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് നമ്മുടെ അലുവേറയാണ്. അലുവേറ പ്ലാന്റ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്താണ്. ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ട്, ആ വെള്ളത്തിന്റെ കളർ നിങ്ങൾ നോക്കിക്കോളൂ. അതിനകത്തുള്ള ലാറ്റക്സിന്റെ കളറാണ്. ആ ലാറ്റക്സ് നമ്മൾ മാറ്റണമില്ലെങ്കിൽ നമുക്ക് തല ചൊറിയും, സ്കിന്നൊക്കെ ചൊറിയും. ഇങ്ങനെ നമുക്ക് അതിനെ ചെറിയ ചെറിയ പീസായിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. അതിന്റെ 2 സൈഡിലുള്ള മുള്ള് നമുക്ക് മാറ്റണം. അലുവേറ നമ്മുടെ സ്കിൻ കെയറിലും ഹെയർ കെയറിലും വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉള്ള ഒരു സസ്യമാണ്. ഇത് ഹെയർ കെയറിൽ അല്ലെങ്കിൽ ഷാമ്പൂവിൽ എങ്ങനെയൊക്കെ നമ്മുടെ ഹെയറിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുകയും തലയിൽ താരനുണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുകയും നമ്മുടെ മുടിക്ക് നല്ല ഷൈനിങ് തരികയും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ നമ്മുടെ തലയോട്ടിയിലുണ്ടെങ്കിൽ അതിനെ ക്യൂർ ചെയ്യുകയും, പിന്നെ നമുക്ക് ചിലർക്ക് ഈ സ്പ്ലിറ്റഡ് ഹെയർ കാണത്തില്ലേ, അതായത് അറ്റം പിളർന്ന ഹെയറൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ ഹെയറിന് നല്ല ഹെൽത്ത് കൊടുത്ത് ആ ഹെയറിനെ കണ്ടീഷൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് വെക്കുകയും ഫ്രിസി ഹെയർ വരാതെ തലയുടെ നമ്മുടെ മുടിയെ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള, ഇനിയും പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കും ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്ലാന്റാണ് അലുവേറ. കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണെങ്കിൽ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് തെന്നിപ്പോവും. എന്തെങ്കിലും പച്ച കളറൊക്കെ അതിൽ ഒട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട, നമുക്ക് അത് കുറച്ച് ചൊറിച്ചിൽ തരും നമ്മുടെ സ്കിന്നിനും സ്കാൽപ്പിനും ഒക്കെ. നമ്മൾ മിക്സിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ് സീഡിൻ്റെയും റോസ്മേരിയുടെയും കൂട്ടത്തിൽ ഈ അലുവേറ ജെല്ലും കൂടെ ഇടാം.
അതിൻ്റെ കൂടെ നമ്മൾക്ക് ഒരു 50 ഗ്രാം സികാക്കായി കൂടെ ചേർക്കാം. സികാക്കായി നമ്മുടെ ഇതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും നമ്മുടെ ഇച്ചി സ്കാൽപ്പിനെയും അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഇല്ലാതെയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സികാക്കായി എന്ന് പറയുന്നത്. നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമുക്ക് സ്മൂത്തായിട്ടുള്ള ഷാമ്പു കിട്ടുക. നന്നായിട്ട് കുറച്ച് ഇതുപോലത്തെ ചീസ് ക്ലോത്ത് എന്ന് പറയും, ഇതുപോലെ അകലമുള്ള നിങ്ങളുടെ കയ്യിൽ തോർത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് അരിച്ചെടുത്താലും ഓക്കെയാണ്. നന്നായിട്ട് അരിച്ചെടുക്കുക. നല്ല പതഞ്ഞ് ഫോമി ആയിട്ടായിരിക്കും ഇത് നമുക്ക് ഫസ്റ്റ് കിട്ടുക. നല്ല ഫോം ഷാമ്പു പോലെ ഇരിക്കും, നല്ല മണം ഉണ്ടായിരിക്കും മുടിക്കൊക്കെ. മുടിയിൽ കായൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ കായൊക്കെ പോകാനായിട്ടും അല്ലെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന സൈനസ് പ്രോബ്ലം മാറ്റാനും മുടിയുടെ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറാനും ഒക്കെ ഈ ഷാമ്പു വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്കിതിനെ വലിയൊരു ഗ്ലാസ് ജാറിലോട്ട്, ഞാൻ എപ്പോഴും ഗ്ലാസ് ബോട്ടിലെ ഗ്ലാസ് ജാറൊക്കെയാണ് പ്രിഫർ ചെയ്യുക. പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കുക. ഗ്ലാസ് ജാറിൽ ഒഴിച്ച് നോക്കി ഞാൻ പിന്നെ ഇതിനെ ഷാമ്പു ബോട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും ഷാമ്പുവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ദിവസം ഇങ്ങനെ വെക്കുമ്പോഴേക്കും തെളിഞ്ഞ് നല്ല ഷാമ്പു ആയിട്ട് വരും. നിങ്ങൾ നോക്കിക്കോളൂ, നല്ല ഫോമിയാണ്. നന്നായിട്ട് നമ്മുടെ ഹെയറിലോട്ട് ഒഴിക്കുമ്പോഴേക്കും നല്ലതായിട്ട് പതഞ്ഞ് തന്നെ വരും. ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ഷാമ്പു അല്ലെങ്കിൽ ഓയിലൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഫാളേ വളരില്ല എന്ന് വിചാരിച്ച ഹെയറും നമുക്ക് വളർന്ന് കിട്ടും. ഒരിക്കലും അതോർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ നമ്മൾ ഹെർബൽ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയൂ. മുടി പൊഴിയുന്നതിൻ്റെ മെയിൻ കാരണം ഒരു റീസണും ഇല്ലാതെ മുടി പൊഴിയത്തില്ല. മുടി പൊഴിയുന്നതിൻ്റെ മെയിൻ കാരണം നമ്മുടെ കെയർലെസ്നെസ് തന്നെയാണ് കേട്ടോ. ഡെയിലി മുടി ചീകണം. ആഴ്ചയിൽ 1, 2, 3 ദിവസം ഓയിൽ അപ്ലൈ ചെയ്യണം. സർക്കുലർ മോഷനിൽ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യണം. തല ഈ സൈഡിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലോട്ട് ചെരിച്ച് വെച്ച് ഇങ്ങനെ മുടി എണ്ണ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ സൈഡിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അവിടെ ആ റൂട്ടിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതാണ് ഹെയർ ഗ്രോത്ത് കൂടും. അതേപോലെ ഇപ്പുറത്താണ് നിങ്ങൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് ചെരിച്ച് വെച്ച് തന്നെ സർക്കുലർ മോഷനിൽ എണ്ണ അപ്ലൈ ചെയ്യുക. സോ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ എണ്ണ തേക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തല ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ സൈഡിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും മുടി നിറയെ ആ സൈഡിലോട്ട് വളരുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റൂട്ടിലോട്ട് ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് മുടി കുനിച്ചിട്ടിട്ടും ഓയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഷാമ്പു താരൻ വരാതിരിക്കാനും തലയുടെ ചർമ്മത്തിൻ്റെ ഹെൽത്തി ഒരു സ്കാൽപ്പിനും ഹെൽത്തി ഹെയറിനും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ആ ഷാമ്പു ആണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഫ്ലഫി ഹെയർ കിട്ടും. ഓരോ മുടിയായിട്ടിരിക്കും, ഇങ്ങനെ കട്ട കെട്ടിയൊന്നും ഇരിക്കാതെ നല്ല ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കിട്ടും. അതിനേക്കാൾ ഉപരി മുടിയിൽ വേർപ്പ് തങ്ങി നിൽക്കാതെ സൂക്ഷിക്കുക. കാരണം തല വേർത്തു എന്നറിയുവാണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ തല വാഷ് ചെയ്ത് ഡ്രൈ ആക്കി വെക്കുക. തലയുടെ വേർപ്പും നമ്മുടെ പൊടിയും അഴുക്കും ഡേർട്ടും എല്ലാം കൂടെ ചേർന്നാണ് ഡാൻഡ്രഫ് വന്നിട്ട് ഫംഗസ് ഇൻഫെക്ഷനായി നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നത്. ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് മുടിയുടെ റൂട്ടിൽ ടച്ച് ചെയ്യാതിരിക്കുക. നെയിലാവട്ടെ, കമ്പിയാവട്ടെ, ചീപ്പാവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, ഷാർപ്പ് ഒബ്ജക്റ്റ് വെച്ചിട്ട് മുടിയിൽ ഒന്നും ചെയ്യരുത്. എപ്പോഴും നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മാത്രമേ നമ്മൾ മസാജ് ചെയ്യാവുള്ളൂ. പിന്നെ മസാജർ നിങ്ങൾക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നല്ലൊരു മസാജറാണ്. ഹെയറിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ മന്ത്ലി 1 or 2 ഹെയർ പാക്കുകൾ തലയിൽ ഇടുന്നത് ഒരുപാട് നല്ലതാണ്. ഹെയർ പാക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാം. നിങ്ങൾ ഓരോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആ വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ധൃതിയാണ്. കാരണം എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം ആങ്സൈറ്റിയോടെയാണ് ഓരോ സ്കിൻ കെയറും ചോദിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷൻ എനിക്ക് അപ്പം തന്നെ പറഞ്ഞു തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ ഓരോരോ വീഡിയോസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് അതിൻ്റെ സൊല്യൂഷൻസ് എത്തിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ തരുന്ന ഒരു സ്നേഹത്തിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അത് എത്രത്തോളം എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടെന്ന് തന്നെ വെച്ചോ, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ സ്ട്രെയിൻ ആകാതിരിക്കുക. സ്ട്രെസ്സും സ്ട്രെയിനും മുടി കൊഴിച്ചിലിന് ഒരു കാരണമാണ്. അത് കുറച്ച് കൊഴിയുന്നുണ്ടെങ്കിൽ കൊഴിഞ്ഞോട്ടെ, അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കയ്യിൽ നല്ല എണ്ണയുണ്ട്, ഹെയർ ഓയിലുണ്ട്, നമ്മുടെ കയ്യിൽ നല്ല ഷാമ്പു ഉണ്ട്, നല്ല ഹെയർ പാക്ക് ഉണ്ട്. അങ്ങനെ പല ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് നേച്ചറിൽ നിന്നും അവൈലബിൾ ആണ്. അവിടെ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ മാക്സിമം ഫേസിലേക്കും ഹെയറിലേക്കും നമ്മളുടെ സ്കിന്നിലേക്കും
ഇൻക്ലൂഡിങ് ഉള്ളിലേക്കും അവോയ്ഡ് ചെയ്യുക. കെമിക്കൽ നമ്മൾ വെച്ച് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മുടി പൊഴിയുന്നതും ഏറ്റവും കൂടുതൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാതെ പോകുന്നത്. കാരണം കുറച്ച് ഏജ് ആകെ മുടി പൊഴിഞ്ഞ് നമ്മുടെ തിക്നെസ് ഒക്കെ പോകുന്നത് കൂടുതലും നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ, ഷാമ്പൂ അല്ലെങ്കിൽ എണ്ണ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ചിലർ സോപ്പൊക്കെ ഇടുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ ഇടുന്നത്, സോപ്പിൻ്റെയൊക്കെ pH വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതിനകത്ത് വേറൊരു ടിപ്സും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഈ ഷാമ്പൂ ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്ത് മേ ബി ഒരു 60 രൂപ 80 രൂപ അത്രയൊക്കെ ആകത്തുള്ളൂ. പക്ഷേ നല്ലൊരു ഷാമ്പൂ മാർക്കറ്റിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 1000 റുപ്പീസിന് മേളിലാകും അല്ലേ. 500 മേളിലല്ലാതെ നല്ലൊരു ഷാമ്പൂ നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലേക്ക് ഇടുന്ന ക്രീമുകളും നമ്മളെടുക്കുന്ന ഫേസ് പാക്കുകളും വൈറ്റനിങ് ക്രീമുകളും എല്ലാം തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ദ ബെസ്റ്റ് പ്രോഡക്റ്റാണ് നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. മാക്സിമം പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോകുമ്പോൾ നമ്മൾക്ക് പ്രകൃതി എത്ര മനോഹരമാണോ അതുപോലെ തന്നെ ഒരു മനോഹരമായ ലൈഫും നമ്മുടെ ഫേസും നമ്മുടെ ഹെയറും എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആകും എന്ന് മനസ്സിലാക്കുക. കെമിക്കൽ ഒഴിവാക്കുക മാക്സിമം. കെമിക്കലിന് അപ്പോൾ കുറച്ച് നാളത്തേക്കുള്ള ഒരു എഫക്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. പോകെ നിങ്ങൾക്ക് ഡബിളായിട്ട് ഫേസ് ബ്ലാക്ക് ആകാനും ഹെയർ കൊഴിയാനും അങ്ങനെ പല സൈഡ് ഇഫക്റ്റും ഉണ്ടാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണുന്നിടം വരെ ടേക്ക് കെയർ.